സൗദി അറേബ്യയിൽ സ്വദേശി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീം ഇന്ന് ജയിൽ മോചിതനായേക്കും. ജയിൽ മോചിതനായാൽ ഇന്നു തന്നെ അബ്ദുൾ റഹീമിനെ നാട്ടിലെത്തിക്കാൻ നിയമസഹായ സമിതിയുടെ ശ്രമം നടക്കുന്നു. അതേസമയം ബലിപെരുന്നാൾ അവധി നാളെ ആരംഭിക്കുന്നതിനാൽ ഇന്ന് ജയിൽ മോചന ഉത്തരവ് ഉണ്ടായില്ലെങ്കിൽ നടപടികൾ വൈകുമോ എന്നും ആശങ്കയുണ്ട്. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റത്തിന്റെ റിപ്പോർട്ട്. അബ്ദുൾ റഹീം ജയിൽ മോചിതനായി എന്നുള്ള ശുഭവാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ. എപ്പോൾ ആ വാർത്ത സൗദി അറേബ്യയിലെ റിയാദിലെ ജയിലിൽ നിന്ന് വരുന്നു എന്നുള്ളത് മാത്രമാണ് ഇനി അറിയേണ്ടത്. അബ്ദുൾ റഹീമിന്റെ ശിക്ഷാ കാലാവധി ഇന്നലെ പൂർത്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ ജയിൽ മോചനം ഉണ്ടാകുമെന്നുള്ളതായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. പക്ഷെ അത് ഇന്നത്തേക്ക് നീണ്ടു. കാരണം ഏറ്റവും പ്രധാനം ജയിൽ അധികൃതരുടെ ഒരു ഉത്തരവ്, മോചന ഉത്തരവ് പുറത്തു വരേണ്ടതുണ്ട്. അതിനുശേഷം ഈ മോചന ഉത്തരവ് പുറത്തു വന്നാലും അബ്ദുൾ റഹീമിനെ നേരെ മാറ്റുന്നത് ആളുകളെ നാടുകടത്താനുള്ള സെല്ലിലേക്ക് അല്ലെങ്കിൽ പ്രത്യേക തടങ്കൽ കേന്ദ്രത്തിലേക്കായിരിക്കും, ഡിപ്പോർട്ടേഷൻ സെന്ററിലേക്കായിരിക്കും. അവിടെ നിന്നുമാണ് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത്. അതായത് എക്സിറ്റ് പാസ് ലഭിക്കണം ആഭ്യന്തര വകുപ്പിൽ നിന്നും, അതോടൊപ്പം തന്നെ ഇന്ത്യൻ എംബസിയിൽ നിന്നുമുള്ള വൈറ്റ് പാസ്പോർട്ട്, യാത്രാരേഖ ലഭിക്കണം. ഇത് രണ്ടും ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അബ്ദുൾ റഹീമിനുള്ള വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യും. അതിനൊക്കെ തന്നെ നിയമസഹായ സമിതി ഇപ്പോൾ സജ്ജമാണ്. പാസ്പോർട്ട് പോലും എംബസിയിൽ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അബ്ദുൾ റഹീമിന് മോചന ഉത്തരവ് ലഭിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു തടസ്സം ഇന്ന് ഇപ്പോൾ മോചന ഉത്തരവ് ഉണ്ടാക്കുകയും ജയിൽ മോചിതനാക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് നടപടിക്രമങ്ങൾ നീണ്ടുപോകാനാണ് സാധ്യത. കാരണം നാളെ സൗദി അറേബ്യയിൽ ബലിപെരുന്നാൾ അവധി ആരംഭിക്കുകയാണ്. അത് ഏതാണ്ട് 10 ദിവസത്തോളം ആ അവധി നീണ്ടു നിൽക്കുകയും ചെയ്യും. ആ അവധി സമയത്ത് മറ്റ് നടപടികൾക്കൊക്കെ സാധ്യത തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ജയിൽ മോചന ഉത്തരവ് വരാനും നാട്ടിലേക്ക് റഹീമിനെ എത്തിക്കാനുമാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ഏതായാലും 20 വർഷത്തോളം നീണ്ട ജയിൽവാസത്തിന് ശേഷം റഹീം എപ്പോൾ പുറത്തിറങ്ങും, നാട്ടിലേക്ക് എപ്പോൾ മടങ്ങും, എല്ലാവരും അതിനായി കാത്തിരിക്കുകയാണ്.